തകിൽത്താളം പിടി 10,000 രൂപയുടെ പണിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് 7 days ഓഫ് ഡേ ഇൻ മൈ ലൈഫിൽ 3rd day ആണ് കേട്ടോ. അപ്പോൾ ഇനി മുന്നേ 2 ദിവസത്തെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. സോ ഇന്നലെ ഞങ്ങൾ ആലുവയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന അത്യാവശ്യം ലേറ്റായി, നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. ഇവാണില്ല ഇപ്പോഴാട്ടോ ഇവ എണീറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറി, ഇപ്പോൾ ഓക്കെ ആയി. സോ ഇന്നത്തെ ദിവസം എന്താണ്, ഇപ്പോൾ എണീറ്റു ബ്രഷൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇന്ന് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി കിച്ചണിൽ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി രാവിലെ തന്നെ ലഞ്ച് ചെയ്ത് വയ്ക്കോട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവ എണീറ്റിട്ട് അവിടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബൈലും കുത്തി അവിടെ കിടക്കാണ്ട്. ഞാൻ വീഡിയോ എടുക്കണം നേരത്ത് കണ്ണ് തെറ്റിയാൽ മൊബൈൽ അടിച്ചു മാറ്റുമേ. അപ്പോൾ അതാണ് ഇവയുടെ പരിപാടി. ഇനിയിപ്പോൾ ഇവയെ എടുത്തുകൊണ്ട് പോയിട്ട് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പെയിൻ്റൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായില്ലേ. അപ്പോൾ ഇന്ന് ആ ഹോളൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ഇന്ന് പുറത്തെടുത്തിട്ട് ഞാൻ ആ ഹോളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ട്രൈ ചെയ്യാം. പിന്നെ എനിക്കിന്ന് കുറച്ച് വാവിൻ്റെ പ്രോഡക്റ്റ്സ് കാണിക്കാനുണ്ട്. പിന്നെന്താ, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വരുന്ന പോലെ കാണാം. നമുക്കൊന്ന് പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇന്നത്തെ ദിവസം ഇനി എന്താ സംഭവിക്കാൻ പോണേ നമുക്കിപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം വരുന്ന പോലെ തന്നെ വരട്ടെ. സോ ഞാനിനി എന്തായാലും പോയി ഇവാക്ക് ഫുഡ് കൊടുക്കട്ടെ. ഫോൺ തന്നെ ആരോട് വെച്ചിട്ട് ഫോൺ എടുത്തത്? നമുക്ക് അപ്പം കഴിക്കാം. എൻ്റെ മൊബൈലിൻ്റെ വരുവം കണ്ടില്ല. എനിക്ക് ആക്ച്വലി 2 മൊബൈൽ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇതെൻ്റെ നോക്കിയയുടെ മൊബൈലാണ്. ഇത് ഇവ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആകെ കളഞ്ഞ് നശിപ്പിച്ച് വെച്ചേക്കാണ്ട. പിന്നെ ഇതെൻ്റെ മോട്ടോയുടെ മൊബൈൽ. അതിവ താഴെയിട്ട് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിച്ച് അത് നശിപ്പിച്ച് വെച്ചേക്കാണ്. ഈ വായ പേടിച്ചിട്ടാണ് ഞാൻ മൊബൈൽ മേടിക്കാത്തത്. മേടിച്ചാൽ എന്തായാലും ഇവ നശിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട് നല്ല മൊബൈൽ ഏതാണെന്ന് ഇങ്ങനെ കുറച്ചായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് മേടിക്കാനായിട്ട് ഭയങ്കര ടെൻഷനാണ്. ഇവ എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും കണ്ട നമ്മൾ കണ്ണ് തെറ്റുന്ന നേരത്തെ അത് എടുത്തിട്ട് പോയിട്ട് ഭയങ്കര കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുള്ളൂ. സച്ചു അവിടെ ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ. സച്ചു പഠിക്കുവാണോ എല്ലാവർക്കറിയാം കേട്ടോ. സച്ചു നോക്കുന്നില്ല. നോക്കിയേ, സച്ചുവിൻ്റെ പേപ്പറാണ് കേട്ടോ. സച്ചു ഭയങ്കര ഇംഗ്ലീഷുകാരിയാണേ, ഹിന്ദൊക്കെ വായിക്കുള്ളൂ. ഉമ്മച്ചി ഇവിടെ എന്താണ് പരിപാടി? ഉമ്മച്ചി എന്താ കാര്യണേ? കരളരിവാണ്. നമുക്കല്ല, പൂച്ചക്കാണ്. നമ്മുടെ ഇറച്ചിയൊക്കെ കരി വെച്ചു. ഇപ്പം പൂച്ചയ്ക്ക് കൊടുക്കണ്ടേ? പൂച്ചയ്ക്ക് ഈ കരളൊക്കെ വേവിച്ചിട്ട് കൊടുക്കോട്ടെ. എനിക്കാണ് ഈ കരളെന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ഉമ്മച്ചിക്ക് സച്ചുവിനൊക്കെ ഇഷ്ടമാണ്. അതായത് ഇവാക്കുള്ള അപ്പമാണ് കേട്ടോ. അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ഇവ അപ്പം കഴിക്കാണ്ട. ഇവാക്ക് ഇന്ന് ഭയങ്കര മടി കേട്ടാ. സാധാരണ ഞാൻ പറഞ്ഞു ഇന്നലെ ക്യാമറ കേട്ടപ്പോൾ ഭയങ്കര കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് തീരെ കഴിക്കണില്ല. കുറേ നേരമായിട്ട് എന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരുപാട് ഓടിച്ച് എന്താ ഇങ്ങനെ വാശി കാണിക്കണ ഇവ? തണ്ണിമത്തം വേണം. ഇന്നലെ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു ഇന്നലെ ഞങ്ങളവിടെ ഒരു പച്ചക്കറി കട ഇറങ്ങില്ല. അപ്പൊ അവിടെ തണ്ണിമത്തനൊക്കെ ഭയങ്കര വിലക്കുറവ്. അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്തോണ്ട് വരണ്ട, കഴിച്ചിട്ട് പോ. ഇതാണ് പരിപാടി. എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തന്നെ അതാ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓടിച്ച് എനിക്കറിയില്ല എങ്ങനെ ഇതിന് ഭക്ഷണം കൊടുക്കൂന്ന്. തണ്ണിമത്തനായിട്ട് വന്നിട്ടുണ്ടേ. എന്തിനാ അത് എടുത്തോണ്ട് നടക്കണേ? നിന്റെ കാല് വല്ല വീഴും. നീ കുഞ്ഞുമാവയല്ലേ? ഓ പിന്നെ ഇവതാ ഇന്ന് കൊടുത്തതിന്റെ പകുതിയും തുപ്പിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും കഴിക്കണില്ല. ഇന്ന് ഭയങ്കര മടി. എന്നെന്താ ഒന്നും കഴിക്കാത്തെ? തണ്ണിമത്തന് വേണ്ടി ഇരിക്കാട്ടാ. ഭക്ഷണം കൊടുത്തതിന്റെ പകുതിയും തുപ്പിക്കളഞ്ഞ് പകുതിയും കഴിക്കണില്ല. ഭയങ്കര വാശി കേട്ടാ. അപ്പൊ ഇനിയിപ്പോ തണ്ണിമത്തൻ കൊണ്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുറിച്ച് കൊടുക്കട്ടെ കേട്ടാ. തണ്ണിമത്തൻ തിന്നണ വീഡിയോ എടുക്കണോ? ഭയങ്കര ഇഷ്ടാട്ടാ വീഡിയോ എടുക്കാനായിട്ട്. ഇവാക്ക് ആ തണ്ണിമത്തനെ ഈ സ്റ്റിക്കിലൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇവ കഴിച്ചേ ഐസ്ക്രീമാണ്. വാ, ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം? കഴിച്ചോ?
ഉമ്മച്ചിക്കും കൊടുക്കണോ? ഇഷ്ടായാ? തന്നോട് ഇപ്പൊ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാമറ ഓണാക്കി അപ്പൊ ഇവാക്ക് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്തും കൊടുത്തേക്കട്ടെ. ഇവാക്ക് പറയ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാൻ. ആ ഇനിയിപ്പോ ഞാൻ അപ്പം കഴിക്കട്ടെ. അപ്പത്തിന് മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി പകുതി മുട്ട മതി അല്ലേ? ഞാനിവിടെ പുറത്തുനിന്നിരിക്കാട്ടോ. ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് കഴിക്കാണ്ട് ഭയങ്കര രസമാട്ടോ. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ ആളുകളൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസത്തിന് കഴിക്കാവേ അല്ലേ ഇവ? അങ്ങനെതാ ഇവക്കുട്ട കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവായ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്യണം, പെയിന്റ് അടിക്കാൻ തുടങ്ങണം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ. അപ്പൊ പ്രോഡക്ട്സ് കാണിച്ചിട്ട് നമുക്കിനി ഐശ്വര്യമായിട്ട് പെയിന്റ് അടിക്കാവേ. നീ കുളിച്ച് നീ പൊക്കോ, നീ അകത്ത് വെക്കോ, മറ്റേ പ്രോഡക്ട്സ് കാണിച്ചിട്ട് വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ ഒരു അണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹെയറിന് ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ പരിഹാരമാണ് ഈ ഒരു ഹെയർ ഓയിൽ. അത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. 314 ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ വാവിൻ്റെ പ്രോഡക്ട്സ് നമുക്കറിയാം, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ സൾഫേറ്റ്, സിലിക്കൺ, പാരാബൺ, കളർ ഇങ്ങനത്തെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള അത് നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ വാവിൻ്റെ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ടാട്ടോ ഹെയർ വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഷാമ്പു ആണെങ്കിലും നല്ലതാണ്. സെയിം തന്നെ അണിയൻ ഹെയർ റേഞ്ചിലുള്ളതാണ്. അണിയൻ ബ്ലാക്ക് സീഡ് എക്സ്ട്രാക്റ്റിൻ്റെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഷൈനി ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യോട്ടെ ഈ ഒരു ഷാമ്പു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 499 ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ഇതും വാവിൻ്റെ തന്നെ സെയിം തന്നെ അണിയൻ റേഞ്ചിലുള്ള ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡൾ ഹെയറിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഹെയർ തിന്നാവൂലേ, അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാ ടൈപ്പ് ഓഫ് ഹെയറിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 തന്നെ കേട്ടോ. ഇനി ഫൈനലി ഇതായി ഒരു ഹെയർ സെറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെറം ആക്ച്വലി നമ്മുടെ ഹെയറിനെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഒരു ഷൈനി ലുക്ക് തരാനായിട്ടൊക്കെ ആട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാണ്ടേയും ഈ ഒരു സെറം അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ഷാമ്പൂ ചെയ്തിട്ട് ടവൽ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 319 ആണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് പാക്കേജിങ്ങിലൊക്കെ ആട്ടോ ഈ ഒരു സെറം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വാവിൻ്റെ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ ആണോ. പിന്നെ ക്വാളിറ്റി ഫ്രീ ആണ്, ഹിമാലയൻ ബോൺ ആണ്. പിന്നെ പാക്കേജിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്ങിലാണ് വരുന്നത്. പിന്നെന്താ പിന്നെ വുമൺ എംപവർമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ വാവ്. സോ ടോട്ടലി അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം, ഇഷ്ടമെങ്കിൽ വാങ്ങിക്കോളാം. സോ ഞാനിനി പോയിട്ട് പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇനി പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോളിലായും തന്നെ ഈ ഒരു സോഫയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സോഫ ഉണ്ട്, ഇവിടെ ചെയർ ഉണ്ട്, പിന്നെ ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് മാറ്റി ഈ ഹോൾ ആദ്യം ഒന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെ ഓൾമോസ്റ്റ് ഹോളൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അതായത് ആ കുറെ സാധനങ്ങൾ ആ സോഫയൊക്കെ മാറ്റി. അവിടെ ഒരു സോഫയുടെ സാധനം മാത്രമേ ഉണ്ട്, അത് എവിടെ കൊണ്ട് ഇടുമെന്ന് അറിയില്ല, അതവിടെ കിടപ്പുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു സോഫയും അച്ചൂയുമായി ഉണ്ട് കേട്ടോ, അത് രണ്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ദാ ഈ ഭിത്തി ഉണ്ടല്ലോ, ഈ ഭിത്തിയൊക്കെ ഇങ്ങനെ ആകെ ചൊറി പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് ചിരണ്ടി ചിരണ്ടി കഴിഞ്ഞാൽ പണി കിട്ടൂടെ. ഞാൻ എന്റെ റൂമിൽ ഇതേപോലെ ഇങ്ങനെ കുത്തിയാക്കിയൊക്കെ ചിരണ്ടി കഴിഞ്ഞപ്പോ ആകെ ഭിത്തി പൊളിഞ്ഞു പണ്ട് ഉണ്ട്. പപ്പാടെ യോ എന്തുവായി പിന്നെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. മറ്റേ പാട്ട് പാടൊക്കെ ഫ്രണ്ട്സില് തനിത്തങ്കക്കിനാ പൊങ്കൽ തകിൽ താളം നല്ല പണിയാണ് കേട്ടോ, ചെറിയ പണിയൊന്നും അല്ല. 10,000 രൂപയുടെ പണിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഭയങ്കരം. പിന്നെ ഞങ്ങള് നല്ല ഭിത്തിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പെയിന്റ് അടിക്കാൻ പോണത്. കാശുണ്ട് ഞാൻ പെയിന്റ് അടിച്ചിരുന്നു.
അക്കച്ചേ കുന്തം ഇതൊക്കെ പൊട്ടിപ്പോയി. ആക്ച്വലി ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഇത് പഴയ വീടാണ്, അതുപോലെ തന്നെ ഈർപ്പം നിൽക്കുന്ന സ്ഥലമാണ്. കാരണം ഈ ഭിത്തി ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വരുന്നത് കേട്ടോ. നമ്മൾ എത്ര പെയിന്റ് അടിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു ഭയങ്കര വൃത്തികേട്. സോ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം. എനിക്കിതാ ചില ഭാഗങ്ങൾ എത്തുമ്പോൾ പേടിയാവുന്നുണ്ട്, ഇതൊക്കെ ഇനി ഞാൻ കുത്തിപ്പൊളിച്ച് നശിപ്പിക്കുമെന്ന്. എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഇവിടെ സച്ചുത ഒരു വഴി കൂടെ പെയിന്റ് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും അറിയത്തില്ല, എന്താവുന്നൊന്നും അറിയത്തില്ല. അതാ അവൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സൈഡിൽ നിന്ന്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കല്ലേ സച്ചു, നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഞങ്ങളുടെ ഇത് സച്ചുവിൻ്റെ അല്ലേ. ഇതൊക്കെ വായിക്കണ്ട സച്ചു? വേണ്ട, അയ്യേ കണ്ടുവച്ചാലും മതി, ഒരു ഉണക്കം മരം വരച്ച് വെച്ചിട്ടെ. അപ്പം ഇതൊക്കെ നമുക്ക് മായ്ച്ച് നമുക്കിവിടെ ഫുള്ള് സെറ്റാക്കാം. അടിക്കുന്ന അത്രയും കുഴപ്പമില്ല കേട്ടോ, അടിക്കുന്ന അത്രയും വൃത്തിക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുണ്ട്, ഇത് എത്ര നേരം നിൽക്കും അല്ല എത്ര ദിവസം നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ഒരു ആശ്വാസമല്ലേ. സച്ചു ആ മരം അവിടെ വിട്ടിട്ട് ബാക്കി മായ്ക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നേ. അതവിടെ നിക്കുന്നോണ്ട് നിങ്ങൾക്കൊക്കെ എന്താ? സച്ചു ഭയങ്കര വൃത്തിയാണ് സച്ചു. അത് നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ സ്വിച്ച് ബോർഡാ? സ്വിച്ച് ബോർഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. മോഹഭംഗ മനസ്സിലെ ഈ വരയ്ക്കും. നമുക്ക് പുതിയ നല്ല പടം വരയ്ക്കാം. അങ്ങനെ ആ പെയിന്റ് അടിച്ചോണ്ടിരുന്നപ്പോൾ ലാലാംചി എത്തിയിട്ടുണ്ട് കേട്ടോ. ലാലാംചിയും സുഹേലും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പെയിന്റ് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വൈകുന്നേരം ആയി. ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലൊന്നും ഉണ്ടാവില്ല. അല്ല തന്നെ ഫുഡ് കഴിക്കൽ ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ. സോ എന്താണ് ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പെയിന്റ് അടിക്കാവേ. ഉമ്മച്ചി ഇതാ പിന്നെ ചെടിയുടെ പിറകെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി ഇത് എന്താ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിയേ. എന്തൊക്കെയോ പുതിയ പരീക്ഷണങ്ങളൊക്കെയാണ്. ചെറിയൊക്കെ മുറിച്ച് വെട്ടിക്കണ്ടിച്ചൊക്കെ ഇട്ടിട്ട് എന്തോ പരീക്ഷണങ്ങളൊക്കെ നടത്താണേ. ഉമ്മച്ചിയുടെ ഓർക്കിഡിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഉമ്മച്ചിയുടെ വാൻഡയിൽ പൂ പിടിച്ച് ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ. ഉമ്മച്ചി എപ്പോഴും പറയാം അത് കാണിച്ചു കൊടുക്കാൻ. എവിടെ ഇതാകണ്ട ഉമ്മച്ചിയുടെ വാൻഡയിൽ പൂ പിടിച്ചിട്ടുണ്ട്. മുക്കാറയില് മുട്ട് വന്ന് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഉമ്മച്ചിയുടെ ചെടിയുടെ ടൂറ് ഗാർഡൻ ടൂറ് കാണിക്കാം കേട്ടോ. ഉമ്മച്ചിക്ക് എന്തൊക്കെയോ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കണില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഉമ്മച്ചിക്ക് എന്തൊക്കെയോ കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡൻ ടൂർ ചെയ്യാം. അപ്പൊ ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടെ. അപ്പൊ ചോറിന് പയറ് മെഴുക്ക് പുരട്ടി ഉണ്ട്, അതുപോലെ തന്നെ പാവയ്ക്ക വറുത്തുണ്ട് കേട്ടോ. അപ്പം എനിക്കത് മതി. പിന്നെ മീൻകറിയാണുള്ളത്. അപ്പം മീൻകറി ഞാൻ പിന്നെ കൂട്ടാറില്ല. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. രാവിലെ എത്ര മണിക്ക് തുടങ്ങിയതാണ് അക്കച്ചി? 12 മണിക്ക് എന്താ തുടങ്ങിയ പരിപാടിയാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ കാണാൻ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അടിച്ചാൽ മതി, ഇപ്പൊ കഴിയുമെന്ന് വിചാരിക്കേ. പക്ഷെ ഇത്ര നേരമായിട്ടും കഴിഞ്ഞ ഇടയ്ക്ക് പെയിന്റ് കഴിഞ്ഞു പോയി, പിന്നെ പെയിന്റ് മേടിക്കാൻ പോയി, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ പകുതിയോളം അടിച്ചത് ഞാനാണ്. ബാക്കി അവിടെ ഒരു ഇച്ചിരി അടിക്കാൻ കയറി ഇവിടെ എത്തി, എന്നിട്ട് ഇരിക്കുക. പക്ഷെ അടിച്ചു കൊടുക്കുക. ആക്ച്വലി നമ്മൾ പെയിന്റ് അടിച്ചിട്ട് വലിയ പ്രയോജനം. ഞങ്ങളുടെ വീട്ടിലെ ചൊറി പിന്നെയും ചൊറിയായിട്ട് തന്നെ നിപ്പുണ്ട്. വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ആ ഭിത്തിയിലെ ഒരു വെള്ള കളർ ഉണ്ട് കേട്ടോ, അത് പോകുന്നില്ല. എന്നാലും കുഴപ്പമില്ല. നേരത്തെ ഇത് പോകാനായിട്ട് നിങ്ങൾക്ക് വല്ല വഴി അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറച്ചൊന്ന് വൃത്തിയായിട്ടുണ്ട്. ഹലോ, അങ്ങനെ നമ്മുടെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായിട്ടാ. ഞാൻ എത്ര നേരം കൊണ്ടിരിക്കാതാ. ഇപ്പൊ 10 മണിയായി. ഞാൻ കുറച്ച് മുന്നാണ് 9 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് നിർത്തി പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.
ശരിക്കും വയ്യാണ്ടായി. ഞാനിങ്ങനെ വലിയ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളൊന്നും കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും ഇത്രയും കഷ്ടപ്പെട്ട് പെയിൻ്റൊക്കെ അടിക്കണേ. അപ്പോൾ കൈയും കാലൊക്കെ നല്ല വേദനയുണ്ട്. ഇനി നാളെ എന്താവും അറിയില്ല, ഷോൾഡർ പെയിൻ എല്ലാം ഉണ്ടാവും അറിയില്ല, കാരണം നല്ല രീതിയിൽ മേലെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഹോള് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്, വലിയ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള ഭംഗിയൊന്നും ആയിട്ടില്ല. എന്നാലും ആ ഒരു സൈഡിലൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ള കളർ വരുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർക്കണേന് അതിൻ്റെ മേലെ എന്തെങ്കിലും നമുക്ക് വോൾ ഡെക്കറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വോൾ ഹാങ്ങിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറിച്ച് എന്തായാലും ഹോളൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹോളിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുട്ടി പരിപാടികൾ, കുറച്ച് ചെടിയൊക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കതൊക്കെ അറേഞ്ച് ചെയ്യണം വരും ദിവസങ്ങളിൽ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് നാളെ ഇനി ഓഫീസിൽ പോകണം. അപ്പോൾ ഇനി അതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. ഇന്നത്തെ വീഡിയോയിൽ വല്ല കാര്യമായിട്ട് ഉണ്ടാകുന്ന അറിയില്ല, ഫുള്ള് പെയിൻ്റടി തന്നെയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിന് എനിക്ക് വയ്യ, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനുള്ള ഒരു ആരോഗ്യം ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ തൊട്ട് ആ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് ആകെ ഇത്രയും നേരം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇവ ആണെങ്കിലും കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. ഇവ കുറച്ച് മുന്നേ എന്തോ പറ്റിയെന്ന് അറിയില്ല, ഇവ നല്ല ക്ഷീണമായിട്ട് ഇവായും കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്കപ്പോൾ ഇനി നാളെ കാണാം. നാളെ എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ 4th ഡേ ആണ്. ഇനി ഒരു 3 ദിവസം കൂടെ ഉണ്ടല്ലേ. ആക്ച്വലി ദിവസം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, എന്നെക്കൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റുന്നു. പക്ഷേ എടുത്തു വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോസിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ വേഗം വീഡിയോസ് ഇട്ടാണോ അതോ പതി ഇടണോ എന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എൻ്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും എൻ്റെ വീഡിയോസും. സോ ഞാൻ എന്തായാലും പോട്ടെ, ഞാനിനി വീഡിയോ എടുക്കണില്ല, എനിക്ക് അത്രയും വയ്യാണ്ടായിട്ടുണ്ട്. അപ്പം ശരി, ഗുഡ് നൈറ്റ്.